ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ വീട്ടിൽ വൈദ്യുതി അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. 2 മാസമായി മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന സഹോദരിമാരുടെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഈ നടപടി. വിഷയത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് ഇടപെട്ടിരുന്നു. 24 ഇമ്പാക്ട്. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കേണ്ട. 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കും. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KSEB നടപടി ആരംഭിച്ചു. 2 മാസത്തിന് ശേഷം വീട്ടിൽ വെളിച്ചമെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കറണ്ട് വരും. ഒത്തിരി കളക്ടർ സാറിന് ഒത്തിരി നന്ദിയാണ്. ഈ ചാനൽ എല്ലാ ചാനൽക്കും ഒത്തിരി നന്ദിയാണ്. ഒത്തിരി സന്തോഷമാണ്. കറണ്ട് വന്നതൊക്കെ സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ ആണ് എൻ്റെ പിള്ളേരും ഇങ്ങനെ നോക്കി ഇരിക്കുക. കറണ്ട് കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ട്. ഇഞ്ചിക്കാടുള്ള വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. എന്നാൽ മഴക്കാലത്ത് പോസ്റ്റുകൾ ഒടിഞ്ഞതിനാൽ അവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറായെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിന്നു. എന്നാൽ വൈദ്യുതി ആവശ്യ സർവീസാണെന്നും പ്രായമായവരും കുട്ടികളും വീട്ടിലുള്ളതിനാൽ അടിയന്തരമായി കണക്ഷൻ നൽകണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മുൻപുണ്ടായിരുന്ന അതേ പേരിൽ തന്നെ കണക്ഷൻ നൽകും. പോപ്സ് എസ്റ്റേറ്റുമായുള്ള സ്ഥല ഉടമസ്ഥ തർക്കം നിലനിർത്തി തന്നെയാണ് കളക്ടറുടെ ഉത്തരവ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.